സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ മോഹൻകുമാർ. പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം നടത്തേണ്ട ഭൂമി വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്തുന്നുവെന്ന് പട്ടികവർഗ ഏകോപന സമിതി ഭാരവാഹികൾ. കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് ഇറച്ചി വ്യാപാരികൾ അമിതമായി വില കൂട്ടിയതായി ആരോപിച്ച് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് ഇറച്ചി വിലയിൽ 50 രൂപയിലധികം വർധനവുണ്ടായത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഹൈറേഞ്ചിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തിരിച്ചടിയെന്ന് പരാതി. മുണ്ടിയെരുമയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഡിവൈഡർ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം നടത്തേണ്ട ഭൂമി വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്തുന്നുവെന്ന് പട്ടികവർഗ ഏകോപന സമിതി ഭാരവാഹികൾ. ഇതിനെ ഒത്താശ ചെയ്യുന്നത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നും ആദിവാസി നേതാക്കൾ രാജക്കാട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം 2002 ചിന്നക്കനാലിൽ 1490 ഏക്കർ റവന്യൂ ഭൂമി സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിൽ 668 ഏക്കർ ഭൂമി വിതരണം നടത്തി. ബാക്കിയുള്ള 822 ഏക്കർ ഭൂമി വിതരണം നടത്തണമെന്നാവശ്യപ്പെടുമ്പോൾ വ്യാജ റിപ്പോർട്ടുകളുണ്ടാക്കി വിതരണം തടസ്സപ്പെടുത്തുന്ന നടപടിയാണ് നാളിതുവരെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന പട്ടികവർഗ ഏകോപന സമിതിയുടെ ആരോപണം. 822 ഏക്കർ ഭൂമി വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിൽ വിവിധ അപേക്ഷകളും പരാതികളും നൽകുമ്പോൾ ഈ വ്യാജ റിപ്പോർട്ടുകൾ എഴുതി ഈ ആദിവാസി ഭൂമി വിതരണം തടസ്സപ്പെടുത്തുന്ന നടപടിയാണ് നാളിതുവരെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ചിന്നക്കനാലിൽ 2003 പട്ടയം നൽകി നാളിതുവരെ ഭൂമി കൊടുക്കാത്ത 158 ആദിവാസി കുടുംബങ്ങൾ നിലവിലുണ്ട്. അതുകൂടാതെ 50ഓളം ആദിവാസികൾ ഇപ്പോൾ തന്നെ ഭൂരഹിതരായ ആദിവാസികൾ അപേക്ഷ നൽകി കാത്തിരിക്കുന്നു. 2003 പട്ടയം നൽകിയ 158 ആദിവാസി കുടുംബങ്ങൾക്ക് 23 വർഷമായിട്ടും ഭൂമി ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. 50ഓളം വരുന്ന ഭൂരഹിതരായ ആദിവാസികൾക്കും ഭൂമി ലഭിക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇനി വിതരണം നടത്തേണ്ട 822 ഏക്കർ ഭൂമി റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ വനം വകുപ്പ് 20/9/2023 ജിയോ നമ്പർ 19/2023/F&WLD നമ്പർ കത്ത് പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഈ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ച് ഇപ്പോൾ ഈ ആദിവാസികൾക്ക് വിതരണം നടത്തേണ്ട ഭൂമിയിൽ ജെണ്ടർ സ്ഥാപിച്ചും ട്രെഞ്ചുകൾ സ്ഥാപിച്ചും അതിർത്തി നിർണയിച്ച് ഇത് വനവിജ്ഞാപനം അന്തിമമാക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തരം വഞ്ചനാപരമായ കാര്യങ്ങൾ നടത്തുന്ന വനം വകുപ്പിനെ നിലയ്ക്ക് നിർത്തണമെന്നും ഈ ഭൂമി എത്രയും പെട്ടെന്ന് ആദിവാസികൾക്ക് വിതരണം ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് ആദിവാസി ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും സംയുക്ത സർവേ ടീമിന്റെയും സഹായത്തോടെ സർവേ നടപടികൾ പൂർത്തിയാക്കി ചിന്നക്കനാലിലെ ആദിവാസി ഭൂമി വിഷയത്തിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്ന ബഹുജില്ലാ കളക്ടർ രേഖാമൂലം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത് നിലനിൽക്കെ വനംവകുപ്പ് ഈ നടപടി ലംഘിച്ച അന്തിമ വനവിജ്ഞാപനം നടത്തുന്നതിനായി ചിന്നക്കനാലിൽ ആദിവാസികൾക്ക് നൽകേണ്ട റവന്യൂ ഭൂമിയിൽ ട്രഞ്ചുകൾ നിർമ്മിക്കാനൊരുങ്ങുകയും അതിർത്തി നിർണയിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് നിർത്തിവെക്കുകയും ചെയ്യണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആദിവാസികൾക്ക് നൽകിയ പട്ടയത്തിന്റെ കോപ്പി പോലും താലൂക്ക് ഓഫീസിൽ ലഭ്യമല്ല എന്ന വിവരമാണ് ലഭിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും വനംവകുപ്പുമായുള്ള ഒത്തുകളിയാണ് ഇതിനു പിന്നിലെന്നും അവർ പറഞ്ഞു. ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതും ആദിവാസികൾക്ക് അനുവദിച്ചതുമായ ഭൂമി വനഭൂമിയല്ലാതിരിക്കെ ചിന്നക്കനാൽ 301 ഉന്നതിയിലെ പട്ടയക്കാരായ ആദിവാസികളെ കുടിയൊഴിപ്പിച്ച് ആനകളെ സംരക്ഷിക്കുവാൻ ആനത്താവളമാക്കുവാനുള്ള നീക്കം ഉപേക്ഷിച്ച് ആനകളെ അവിടെ നിന്നും ഏതെങ്കിലും നിബിന്ധ വനത്തിലേക്ക് മാറ്റുന്നതിനും വനവിജ്ഞാപനം റദ്ദു ചെയ്യുന്നതിനും ആദിവാസികളുടെ ഭൂമി അനധികൃതമായി
കൈവശപ്പെടുത്തിയിരിക്കുന്ന കയ്യേറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും പട്ടികവർഗ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അയ്യപ്പൻ, സംസ്ഥാന സെക്രട്ടറി സാറാമ ജോസഫ്, ജില്ലാ പ്രസിഡന്റ് വിൽസൺ സാമുവൽ, കമ്മിറ്റി അംഗം ഓമന മേഴ്സി എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച ഇറച്ചി വ്യാപാരികൾ അമിതമായി വില കൂട്ടിയതായി ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസമാണ് ഇറച്ചി വിലയിൽ 50 രൂപയിലധികം വർധനവുണ്ടായത്. കിലോയ്ക്ക് 480 രൂപയാണ് ഇപ്പോഴത്തെ വില. കന്നുകാലികളുടെ ലഭ്യത കുറഞ്ഞതാണ് വില വർദ്ധിക്കുവാൻ നിർബന്ധിതരാക്കിയതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പ്രചരണം മാത്രമായിരുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. കഴിഞ്ഞ മാസങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കന്നുകാലികളുടെ വരവിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നതായാണ് വ്യാപാരികൾ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് 3 ദിവസത്തോളം കടകൾ അടച്ചിടുകയും ചെയ്തു. എന്നാൽ വില വർദ്ധിപ്പിക്കുകയും കടകൾ തുറന്ന് പ്രവർത്തിക്കുകയുമായിരുന്നു. ഇത് തട്ടിപ്പായിരുന്നു എന്നാണ് ഉയരുന്ന ആരോപണം. ഇതൊരു പ്ലാൻ ചെയ്ത് സാധാരണക്കാരനെ പറ്റിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വില കൂടി കഴിഞ്ഞപ്പോൾ സാധനത്തിന് ലഭ്യത സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചില്ലെങ്കിൽ തോന്നിവാസം വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർ തന്നെ കുറച്ച് ആൾക്കാർ വിൽക്കുന്ന മേഖലയിലുള്ള ആൾക്കാർ മാത്രം ഇത് ആലോചിക്കുന്നു. അവർ തന്നെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഒരു ഏജൻസി, ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള സംവിധാനമില്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഇതുപോലെ വിലകൾ കുതിച്ച് ഉയർത്തുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ട സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയിൽ സർക്കാരിന് ഇടപെടാൻ ചില ഇടത്തരം കുടുംബത്തിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇറച്ചി വാങ്ങണമെങ്കിൽ ഒരു ദിവസത്തെ പണിക്കൂലി ചെലവാക്കേണ്ട സാഹചര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ അടിക്കടി, അതായത് തൊട്ടടുത്തടുത്ത് ഒരു 100 രൂപയുടെ വ്യത്യാസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സാധാരണ ജനങ്ങൾ, ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരു സാധാരണക്കാരന് അത് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. അവൻ്റെ വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരാളുടെ വീട്ടിൽ ഒരു കിലോ ഇറച്ചി വാങ്ങണമെങ്കിൽ അവൻ്റെ ഒരു ദിവസം മുഴുവൻ ശമ്പളവും കൊടുക്കേണ്ട ഒരു സാഹചര്യം എത്തിച്ചേരുന്നു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് എന്തുകൊണ്ടാണ് എന്നത് അത് ഗ്രാമപഞ്ചായത്തുകളും ബാക്കിയുള്ള സംവിധാനവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ സപ്ലൈസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതിനു വേണ്ട ഒരു നടപടി സ്വീകരിക്കണം. വിപണി വില നിയന്ത്രിക്കേണ്ട അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഹൈറേഞ്ചിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തിരിച്ചടിയെന്ന് പരാതി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതോടെ മുമ്പ് ഓട്ടോറിക്ഷകളെ ആശ്രയിച്ചിരുന്ന നിരവധി യാത്രക്കാർ ഇപ്പോൾ ബസ് യാത്രയിലേക്ക് മാറിയെന്നാണ് തൊഴിലാളികളുടെ വിലയിരുത്തൽ. ഓട്ടോറിക്ഷ മേഖലയെ സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റ് തയ്യാറാകണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഓട്ടോറിക്ഷകളിലെ സ്ഥിരം യാത്രക്കാരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളായിരുന്നുവെന്നും സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്നും തൊഴിലാളികൾ പറയുന്നു. ഇതുമൂലം ദിവസ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ധനവില വർധനയും വാഹന പരിപാലന ചെലവുകളും ഉയരുന്നതിനിടെയാണ് വരുമാനക്കുറവ് നേരിടേണ്ടി വരുന്നതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നത് സ്വാഗതാർഹമാണെങ്കിലും ഇതിന്റെ പ്രത്യാഘാതം ഓട്ടോറിക്ഷ മേഖലയെ ബാധിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് പ്രത്യേക സഹായ പദ്ധതികളോ ക്ഷേമ നടപടികളോ സർക്കാർ പരിഗണിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കാരണം ഇപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിന് KSRTCയിൽ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നല്ല കാര്യമാണ്, നമ്മളതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് പൊതുവേ ഈ സ്ത്രീകളാണ് പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. പ്രിയദർശിനി പദ്ധതി സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുന്നതിൽ വലിയ ആശ്വാസമായപ്പോൾ മറുവശത്ത് ഓട്ടോറിക്ഷ മേഖലയിലെ വരുമാനത്തെ ബാധിക്കുന്നുവെന്ന ആശങ്കയും തൊഴിലാളികൾക്കിടയിൽ ശക്തമാകുകയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഹിറ്റായി തമിഴ്നാട്ടിലേക്കുള്ള സൗജന്യ യാത്ര. സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള KSRTC സർവീസുകൾക്ക് മികച്ച പ്രതികരണം. പദ്ധതി ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ 10,000-ലധികം വനിതകളാണ് തമിഴ്നാട്ടിലേക്കുള്ള സൗജന്യ യാത്രയുടെ പ്രയോജനം ഉപയോഗപ്പെടുത്തിയതെന്ന് KSRTC അധികൃതർ അറിയിച്ചു. കട്ടപ്പന, നെടുങ്കണ്ടം, കുമളി, മൂന്നാർ എന്നീ ഡിപ്പോകളിൽ നിന്നാണ് പ്രധാനമായും തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്നത്. ദിവസേന ജോലി, ചികിത്സ, വ്യാപാര ആവശ്യങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി അതിർത്തി കടന്ന് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പദ്ധതി വലിയ ആശ്വാസമായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തോട്ടം മേഖലകളിൽ ജോലി ചെയ്യുന്ന വനിതാ തൊഴിലാളികൾക്കും സൗജന്യ യാത്ര ഏറെ സഹായകരമായതായി KSRTC ജീവനക്കാർ പറയുന്നു. യാത്രാ ചെലവിൽ ഗണ്യമായ കുറവ് വന്നതോടെ കൂടുതൽ സ്ത്രീകൾ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രവണതയും വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായും തൊഴിലാളികൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ലഭിക്കുന്നത്. കൂടുതലും
പണിക്ക് വരുന്ന യാത്രക്കാരാണ് ജീപ്പുകൾ ഉപേക്ഷിച്ചും അവർ കൂടുതലായി ബസ്സിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ട്. അതിർത്തി മേഖലകളിലെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ബന്ധപ്പെട്ട സർവീസുകളിലെ യാത്രക്കാരുടെ തിരക്കും കൂടിയിട്ടുണ്ട്. പദ്ധതി തുടർന്നാൽ കൂടുതൽ വനിതകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും KSRTC അധികൃതർ പ്രതീക്ഷിക്കുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മുണ്ടിയെരുമയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഡിവൈഡർ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. വാഹനമോടിച്ച കമ്പമെട്ട് സ്വദേശിക്കും മുണ്ടിയെരുമ സ്വദേശിക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. അപ്പോൾ തന്നെ ഇവരെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് കമ്പമെട്ട് സ്വദേശിയെ കട്ടപ്പനയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. വൈകിട്ട് 4:30 കൂടിയാണ് അപകടം നടന്നത്. നെടുങ്കണ്ടത്തു നിന്നും തൂക്കുപാലം ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനം ഇടിച്ച ശേഷം എതിർദിശയിലേക്ക് തിരിഞ്ഞ വീടിന് മുകളിലേക്ക് മറയുകയായിരുന്നു. അമിത വേഗതയിലായിരുന്ന വാഹനം ഡിവൈഡറിൽ ഇടിച്ചെങ്കിലും ഡിവൈഡർ ഇടിച്ചു തെറിപ്പിച്ചാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിയത്. മേഖലയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവം ഒരു 2 പേരുണ്ട് യാത്രയിൽ. ഒരു വാഹനമായിട്ട് വരികയായിരുന്നു. ഇവിടെ ഈ വളവിൻ്റെ ഒരു പ്രശ്നമാണ്. ആ വളവ് നിരന്തരമായിട്ട് ഇവിടെ അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 2 പേർക്ക് വളരെ ഗുരുതരമായ പരിക്കാണ്. വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ ആളില്ലായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്നും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 വാഹനങ്ങൾ മോഷ്ടിച്ചയാളെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടി. മുണ്ടക്കയം കൊക്കയാർ അമലാഭവൻ ഉണ്ണിക്കുട്ടനാണ് പോലീസിന്റെ പിടിയിലായത്. നെടുങ്കണ്ടത്ത് നിന്നും ഓട്ടോറിക്ഷയും പാമ്പാടുംപാറയിൽ നിന്ന് ജീപ്പുമാണ് ഇയാൾ മോഷ്ടിച്ച് കടത്തിയത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം ആരംഭിക്കുന്നത്. നെടുങ്കണ്ടം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയോടിച്ച് ഉപജീവനം നടത്തുന്ന മാളിയേക്കൽ ജോബിൻ ജെയിംസിന്റെ ഓട്ടോറിക്ഷയാണ് പ്രതി ആദ്യം കടത്തിയത്. വാഹനത്തിന്റെ വയറുകൾ വിച്ഛേദിച്ച് നേരിട്ട് കണക്ഷൻ കൊടുത്താണ് ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കിയത്. തുടർന്ന് ഓട്ടോറിക്ഷയുമായി കുമ്മളി മൂന്നാർ സംസ്ഥാന പാതയിൽ സഞ്ചരിച്ച ഉണ്ണിക്കുട്ടൻ പാമ്പാടുംപാറയിലെത്തിയപ്പോൾ ടൗണിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കണ്ടു. പാമ്പാടുംപാറ വിളയിൽ VS രാജന്റെ ഉടമസ്ഥതയിലുള്ള ജീപ്പും സമാനമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കട്ടപ്പനയ്ക്ക് പോവുകയായിരുന്നു. കട്ടപ്പനയിലെ പെട്രോൾ പമ്പിലെത്തിയ ഉണ്ണിക്കുട്ടൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുവാൻ ആവശ്യപ്പെട്ടു. പെട്രോൾ അടിച്ച ശേഷം വാഹനം നിർത്താതെ ഓടിച്ചുപോയി. പമ്പ് ജീവനക്കാർ കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വിവിധ സ്റ്റേഷനുകളിലേക്ക് വിവരം കൈമാറി. ഇതിനെ തുടർന്ന് പെരുവന്താനം ഹൈവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ജീപ്പുമായി ഉണ്ണിക്കുട്ടനെ പിടികൂടുന്നത്. ഇന്നലെ രാത്രി 2:30 നെടുങ്കണ്ടം ടൗണിൽ നിന്ന് ഒരു ഡീസൽ ഓട്ടോറിക്ഷ ആരോ എടുത്തുകൊണ്ട് പോവുകയും അപ്പോൾ ആ വണ്ടി എടുത്തുകൊണ്ട് പോയ ആൾ പാമ്പാടുംപാറ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഒരു ജീപ്പ് എടുത്തുകൊണ്ട് കട്ടപ്പന ചെന്ന് അതിൽ ഡീസലടിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കാതെ പോയപ്പോഴാണ് അറിയുന്നത്. ഉടനെ കട്ടപ്പന സ്റ്റേഷനിൽ അറിയിച്ചു. കട്ടപ്പന സ്റ്റേഷനിൽ നിന്നും നമ്മളെ അറിയിച്ച് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് നമ്മുടെ ഹൈവേ പോലീസ് പീരുമേട് ഹൈവേ പോലീസിനോട് അറിയിച്ച് നമ്മളും പുറകെ പോയി ചേസ് ചെയ്ത് അപ്പോൾ കുട്ടിക്കാനം കഴിഞ്ഞു പോയത് വണ്ടി. അങ്ങനെ കുട്ടിക്കാനം താഴെ മുറിഞ്ഞ വഴി താഴെ വെച്ചിട്ട് ചേസ് കൊണ്ട് പിടിക്കുകയായിരുന്നു. നെടുങ്കണ്ടത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി എസ്റ്റേറ്റുകളിൽ വെൽഡിംഗ് ജോലികൾ ചെയ്തു വരികയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, nursing services, patient observation unit, palliative caring,
ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച കേരളത്തിലെ മുഴുവൻ വിമുക്ത ഭടന്മാർക്കും സംസ്ഥാന ഗവൺമെന്റ് CSR ഫണ്ടിന് സമാനമായ രീതിയിൽ ഇൻസെന്റീവ് നൽകണമെന്ന് ഉടുമ്പൻചോല MLA സേനാപതി വേണു. ഇത് സംബന്ധിച്ച സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മുണ്ടേരിമ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടനായ MLAക്ക് നൽകിയ സ്വീകരണ യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. ഞാൻ നിങ്ങളുടെ അറിവിലോട്ട് പറയുന്നു, ഞാൻ കേരള നിയമസഭയിൽ എക്സ് സർവീസ്മാൻ വേണ്ടി ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു. അത് മറ്റൊന്നുമല്ല, എക്സ് സർവീസ്മാന് പെൻഷൻ കിട്ടുന്നു, ഒക്കെ ശരിയാണ്. നമ്മൾ ഈ രാജ്യത്തെ സംരക്ഷിച്ചതാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ആ സംരക്ഷണത്തിന് ഒരു ഇൻസെൻറ്റീവ് സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് തരണം, CSR. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വകാര്യ ബില്ലിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ എക്സ് സർവീസ്മാൻമാർക്കും അവർക്ക് അർഹതപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സംസ്ഥാന ഗവൺമെൻറ് കമ്പനികൾ CSR കൊടുക്കുന്നത് വരെ ഈ രാജ്യത്തിൻ്റെ അതിർത്തി കാത്ത് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും കൂടി സംരക്ഷിച്ചതിൻ്റെ പ്രതിഫലമായി സംസ്ഥാന ഗവൺമെൻറ് ഒരു ഇൻസെൻറ്റീവ്, അത് പ്രതിമാസമാകട്ടെ, അർദ്ധവാർഷികമാകട്ടെ, അതല്ലെങ്കിൽ ഒറ്റത്തവണയാകട്ടെ, അതിൻ്റെ തുക എത്രയെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് കൂടിയാലോചിച്ചു. അപ്പോൾ മുണ്ടീരിമ, അണക്കര, കുമളി, ഏലപ്പാറ, ഇടുക്കി, കട്ടപ്പന, അടിമാലി യൂണിറ്റുകളും ഇടുക്കി ഉടുമ്പൻചോല ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് MLA ആദരിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി SK അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ, സെക്രട്ടറി PM ജോയി, സംഘടനാ നേതാക്കളായ VG ശശി, RK പണിക്കർ, വർഗീസ് കാപ്പിൽ, VI തോമസ്, സുധാകരൻ G, ശ്രീകണ്ഠൻ, രവീന്ദ്രൻ നായർ, S വിജയൻ, അജിത് കുമാർ, KK രാജു എന്നിവർ പ്രസംഗിച്ചു. SLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും ഉയർന്ന ഡിഗ്രി കരസ്ഥമാക്കിയ കുട്ടികളെയും സീനിയർ എക്സൈസ് സർവീസ് മെമ്പർമാരായ KK ഉണ്ണികൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ MLA ആദരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ലഹരിയിൽ നിന്ന് നാളെയുടെ വാഗ്ദാനങ്ങളായ യുവതലമുറയെ സംരക്ഷിക്കാൻ കൈകോർത്ത് വിദ്യാർത്ഥി സമൂഹം. കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ടിന്റെ ഭാഗമായി ഉടുമ്പൻചോലയിൽ സംഘടിപ്പിച്ച മിനി മാരത്തോൺ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നോ ടു ഡ്രഗ് എന്ന
സന്ദേശവുമായി 400-ലധികം വിദ്യാർത്ഥികളാണ് ട്രാക്കിലിറങ്ങിയത്. ലഹരിമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തുഫാൻ ക്യാമ്പയിൻ ഇടുക്കിയിൽ കരുത്താർജിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിലാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. ഉടുമ്പൻചോല പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 400-ലധികം വിദ്യാർത്ഥികളാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളായത്. ഇന്ന് രാവിലെ 10 മണിക്ക് ഉടുമ്പൻചോല പോലീസ് രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ, കാന്തിപ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ്, സേനാപതി മാർബേസിൽ, കല്ലുപാലം വിജയമാത, ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ്, ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 408 വിദ്യാർത്ഥികളാണ് മാരത്തോണിൽ അണിനിരന്നത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സേനാപതി മാർബേസിൽ സ്കൂളിലെ കെ അശ്വിൻ 1ാം സ്ഥാനവും, കാന്തിപ്പാറ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ആൽബർട്ട് 2ാം സ്ഥാനവും, രാജകുമാരി സെന്റ് മേരീസ് സ്കൂളിലെ അഭിനവ് 3ാം സ്ഥാനവും നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ സമ്പൂർണ്ണ മേധാവിത്വം പുലർത്തി. എവ്ലീന ഷിൻഡോ 1ാം സ്ഥാനവും, ആൽഫി മരിയ സുനിൽ 2ാം സ്ഥാനവും, അൻസ അന്ന ഷൈജു 3ാം സ്ഥാനവും സ്വന്തമാക്കി. വിവിധ ബിസിനസ് സംരംഭകർ സ്പോൺസർ ചെയ്ത ആകർഷകമായ ക്യാഷ് അവാർഡുകളും ട്രോഫികളും വിജയികൾക്ക് കൈമാറി. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. ലഹരി എന്ന വിപത്തിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പോലീസിനൊപ്പം പൊതുസമൂഹവും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് മാരത്തോൺ സമാപിച്ചത്. ഇൻസ്പെക്ടർ ടി ശ്രീജിത്ത്, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാഗജ്യോതി, കട്ടപ്പന ഡിവൈഎസ്പി വി ടി ഷാജൻ, സബ് ഇൻസ്പെക്ടർ സുജിത് സ്കറിയ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമ്മി, വാർഡംഗം മണികണ്ഠൻ, വ്യാപാരി സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുരിക്കാശ്ശേരി പോലീസും മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി SI രഞ്ജിത് നാഥ് ലഹരി വിരുദ്ധ സന്ദേശ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ടിന്റെ ഭാഗമായാണ് മുരിക്കാശ്ശേരി പോലീസും മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റും സംയുക്തമായി ലഹരിവിരുദ്ധ സന്ദേശ റാലിയും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മുരിക്കാശ്ശേരി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ച ലഹരിവിരുദ്ധ സന്ദേശ റാലി പ്രിൻസിപ്പൽ SI രഞ്ജിത് നാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള സർക്കാർ നമ്മുടെ ജൂൺ 2 തൊട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. നമ്മുടെ ലഹരിക്കെതിരെയുള്ള ശക്തമായൊരു പോരാട്ടമാണിത്. പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ വിവിധ വകുപ്പുകൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ലഹരി മാഫിയെ ഈ കേരളത്തിൽ നിന്ന് തൂത്തെറിയുക എന്നുള്ളതും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടുപിടിക്കുക എന്നുള്ളതും ഇതിൽ അടിപ്പെട്ടവരെ അവരെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മുടെ ആൾക്കാരും നാട്ടുകാരും എല്ലാവരും നമുക്കൊരു സപ്പോർട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മുരിക്കാശ്ശേരി പോലീസിനെ എന്ത് വിവരം കിട്ടിയാൽ അറിയിക്കണമെന്നും അറിയിച്ചു. DYSP ഓഫീസ് സബ് ഇൻസ്പെക്ടർ CR സന്തോഷ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ ASI ഷാജിറ KE റാലിയിൽ പങ്കെടുത്ത പൊതുജനങ്ങൾക്കും കേഡറ്റുകൾക്കുമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SIമാരായ ജോസഫ് KB, അജിത് CM, പോലീസ് ഉദ്യോഗസ്ഥരായ ജോൺ, ഷിൻഡോ തോമസ്, DIമാരായ മനോജ് വർഗീസ്, ആതിര തോമസ്, SPC ഇൻചാർജുമാരായ ഷിനോയ് കുര്യൻ, അഖില ടോം തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. 2026 ജനുവരിയിൽ നടന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷനിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹന്ന സാറ ബിന്നിയെ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. KPCC മെമ്പർ R ബാലൻപിള്ള, മണ്ഡലം പ്രസിഡന്റും രാജക്കാട് ടൗൺ വാർഡ് മെമ്പറുമായ ജോഷി കന്യാക്കുഴിയിൽ, രാജക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, സാജു പഴപ്പ്ളാക്കൽ, സുധാകരൻ, റോയി കോലംകുഴിയിൽ, മഞ്ജുള എന്നിവരുടെ നേതൃത്വത്തിൽ മൊമെന്റോയും നൽകി. MBBS ഡോക്ടറായി വിജയിക്കുകയും അതിനുശേഷം രാജാക്കാട് മെഡിക്കൽ സെൻ്ററിൽ പ്രാക്ടീസ് തുടങ്ങിയിരിക്കുകയാണ്. വിദേശത്ത് പോയി പഠിച്ചെങ്കിൽ പോലും അത് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് എഴുതി
ആ യോഗ്യതയും പാസ്സായതിനു ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ മെഡിക്കൽ സർവീസ് ചെയ്യാനുള്ള അനുവാദം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയുന്ന ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുടെ കുറവും അതോടൊപ്പം ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുടെ സേവനവും ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു. ആ രോഗത്തെ അതിജീവിക്കുന്നതൊക്കെ ഡോക്ടറുടെ സേവനം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഹൈറേഞ്ചിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ അന്നാബെന്നി നല്ല നിലയിൽ പഠിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ പ്രദേശത്തും എൻ്റെ അയൽവക്കംകാരിയും കൂടി ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിന് ഒരു മുതൽക്കൂട്ടായി, നാടിന് ഒരു മുതൽക്കൂട്ടായി അന്നയുടെ സേവനം തുടർന്നും ഉണ്ടാകണം. ഞങ്ങളിങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ആദരവ് ഇപ്പം താമസിച്ചു പോയി എങ്കിൽ പോലും വൈകിയാണെങ്കിലും ഞങ്ങൾ ഈ കുട്ടിയെ ആദരിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുട്ടിക്ക് വേണ്ടി തുടർന്ന് പഠിക്കുന്നതിനും അതോടൊപ്പം അതിനേക്കാൾ ഉപരി ആതുര സേവന രംഗത്ത് മറ്റുള്ളവർക്ക് മാതൃകയായി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,430 രൂപ, പവന് 1,07,470 രൂപ, വെള്ളി ഗ്രാമിന് 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം നടത്തേണ്ട ഭൂമി വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്തുന്നുവെന്ന് പട്ടികവർഗ ഏകോപന സമിതി ഭാരവാഹികൾ. കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് ഇറച്ചി വ്യാപാരികൾ അമിതമായി വില കൂട്ടിയതായി ആരോപിച്ച് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് ഇറച്ചി വിലയിൽ 50 രൂപയിലധികം വർധനവുണ്ടായത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഹൈറേഞ്ചിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തിരിച്ചടിയെന്ന് പരാതി. മുണ്ടിയെരുമയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഡിവൈഡർ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.